കോഴിക്കോട്ടെ ആവേശം കുറച്ച് മുൻപ് ബീച്ചിന് ആവേശം നമ്മുടെ ബെൻസൺ പറഞ്ഞു തന്നു, പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ആകാശ് ഇപ്പോ എവിടെയാണ്? മിഠായി തെരുവിലാണ്. ഓക്കേ. സേതുലക്ഷ്മി രുചീഷ്, ഞാൻ ഇപ്പോൾ ഉള്ളത് മിഠായി തെരുവിലാണ്. മിഠായി തെരുവിലെ ഒരു കടയുണ്ട്, കൈരളി ബേക്കറി എന്നാണ് ഈ കടയുടെ പേര്. ഇത് കഴിഞ്ഞ വർഷം അർജൻറ്റീന വിജയിച്ചപ്പോൾ ഇവിടുത്തെ ഈ ബേക്കറിയുടെ ഓണറായിട്ടുള്ള ഷാഹുൽ ഇപ്പോൾ 100 കിലോ ഹലുവയാണ് ഈ അർജൻറ്റീന ജയിച്ചതിൻ്റെ ഭാഗമായി എല്ലാവർക്കും വിതരണം ചെയ്ത്. ഇത്തവണ അത് 200 കിലോ ആണ്. ഒരു 100 കിലോ കൂടി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നാൻ കാരണം? 100 കിലോ ഹലുവ കഴിഞ്ഞ തവണ കൊടുത്തു. ഇതാണ് മെസ്സി ഫാനാണ്. പിന്നെ അർജൻറ്റീന ജയിക്കുന്നുള്ള വളരെ ആത്മവിശ്വാസമുണ്ട്. പിന്നെ പണ്ട് മുതലേ അർജൻറ്റീന ടീമിൽ അങ്ങനെയല്ല, ടീമിനോട് ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജയിച്ചപ്പോൾ കൊടുത്തത് 100 കിലോനാണ്. അപ്പോൾ ഈ പ്രാവശ്യം 200 കിലോ ആക്കാൻ വിചാരിച്ചിരിക്കുന്നത്. അതൊരു ആഘോഷമായിട്ട് നമ്മൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ഇതിലെല്ലാ ഫാൻസാരും ഉണ്ട്. മെസ്സി ഉണ്ട്, റൊണാൾഡോ ഉണ്ട്, ബ്രസീലുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ നാളത്തെ പരിപാടി എന്തായാലും ഗംഭീരമാക്കാനുള്ള തീരുമാനത്തിലാണ്. 200 കിലോന് കൊടുക്കാന്നുള്ള തീരുമാനത്തിൽ തന്നെ. സ്പെയിനൊരു ശക്തമായൊരു ടീമാണ്. കരകയറാൻ പറ്റുമോ? തടയാൻ പറ്റും. നമ്മളെ എന്താ പറയുക, മോഹൻലാൽ പറഞ്ഞ മാതിരി പൂ പറിക്കുന്ന മാതിരി എടുക്കും. നമ്മൾ ആ കപ്പം കൊണ്ട് എടുക്കും. ചുരുങ്ങിയത് 2-0 എന്തെങ്കിലും വേണമെങ്കിൽ ഒന്നും കൂടെ അടിച്ചോട്ടെ. നമ്മളെ താല്പര്യം അങ്ങനെ തന്നെയാണ്. ഒന്നും കൂടെ അടിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകാന്നുള്ളത് ഇതിലാണ്. നാളെ രാവിലെ തൊട്ട് ഹലുവ 200 കിലോ ഹലുവ ഇവിടെ കൊടുത്തു തുടങ്ങും. എല്ലാവരും വരണം, എല്ലാ പ്രേക്ഷകരും എല്ലാ ആൾക്കാരൊക്കെ വരണം കൊണ്ട്. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത അതേ വൈബിൽ തന്നെ നമ്മൾ ഈ പ്രാവശ്യം കൊടുക്കുന്നുള്ള ശക്തമായിരുന്ന തീരുമാനത്തിൽ തന്നെയാണ്. പിന്നെ വരും, തീർച്ചയായിട്ടും വരും. എന്തായാലും കപ്പ് തൂക്കിയിരിക്കും. തൂക്കും, എന്തായാലും തൂക്കും. എന്താണ് പറയാനുള്ള അർജന്റീന ആരാധകർ? അർജന്റീന ജയിക്കും. നമ്മൾ തന്നെ കപ്പുണ്ടാവും ഇപ്രാവശ്യം. 4 സ്റ്റാർ വരും നമ്മൾ ഇപ്രാവശ്യം. 4 സ്റ്റാർ ആവൂലേ? ഹലുവ വിതരണത്തിൽ ഉണ്ടാവും അവിടെ? ഓ തീർച്ചയായും. ഓക്കെ. എന്താണ് സ്പെയിൻ ആരാധകനാണോ? അല്ല, അർജന്റീനയാണ്. അപ്പൊ എന്താണ് പ്രതീക്ഷിക്കുന്നത്? എത്ര ഗോളിനായിരിക്കും വിജയം? 2-0 ഒക്കെ ആവാനാ ചാൻസ്, അല്ലെങ്കിൽ 2-1. മെസ്സി ഗോൾ അടിക്കോ? മെസ്സി ഇന്ന് മിക്കവാറും അടിക്കാൻ ചാൻസ് കുറവാണ്. കാരണം അവന് ബ്ലോക്ക് ആയിരിക്കും മിക്കവാറും. പക്ഷെ ചാൻസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. സ്പെയിന് ഇതുവരെ ഒരു ഗോൾ മാത്രമേ വഴങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഒരു ശക്തരായ ടീമാണ്. പക്ഷെ അടിക്കണ്ടേ? മെസ്സി ആയി പോയില്ലേ? മെസ്സി മാജിക് ഉണ്ടാവും എന്തായാലും. അപ്പൊ ഈ ഹലുവ വിതരണത്തിന് ഇവിടെ പോലെ തന്നെ അവിടെ ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ ഇപ്രാവശ്യം 200, കഴിഞ്ഞ പ്രാവശ്യം 100 ആണെന്ന് തോന്നുന്നു അല്ലേ? ഈ പ്രാവശ്യം 200 കിലോ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാരും കൂടി പിരിവിട്ടിട്ടാണോ അല്ലെങ്കിൽ നമ്മളെ കൈരളീന്റെ പേരിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ആവേശം കൊണ്ടും അയാളോടുള്ള സ്നേഹം കൊണ്ടൊക്കെ. മെസ്സിനോടുള്ള ഒരു സ്നേഹം. മെസ്സിന്റെ സ്നേഹം തന്നെ അല്ല, മെസ്സിനോടുള്ള സ്നേഹം തന്നെയാണ്. പിന്നെ ഓക്കേ ആകാശേ,